എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ രുചിയിൽ തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണ് കോഴി വറുത്തരച്ചത്. പഴയ കാലത്തിൻ്റെ പരമ്പരാഗത രുചിയും ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും ഓർമ്മ വരും. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ നാടൻ കോഴി വറുത്തരച്ചത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ പട്ട 3 കഷ്ണം, 1/2 ടീസ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, 3 ഏലക്ക എന്നിവ പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് എണ്ണയിൽ കിടന്ന് മസാലകൾ പൊട്ടിയ ശേഷം 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തേങ്ങ മൂത്ത് വരുന്നവരെയും വറുത്തെടുക്കണം. തേങ്ങ വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇതുപോലെ ബ്രൗൺ കളറാകുന്നവരെയും വറുത്തെടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് ഇതിലേക്ക് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു പാകത്തിനാണ് തേങ്ങ വറുത്തത് കിട്ടേണ്ടത്. ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മീഡിയം സൈസിലുള്ള ഇഞ്ചി, 6 വലിയ വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, എരിവിന് ആവശ്യമായ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വഴന്നു വന്ന സവാളയിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ തക്കാളി നന്നായി വഴന്നു വരണം, അതുവരെ ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും സവാളയുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ തേങ്ങ വറുത്തരച്ചത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. ഒരു തരി വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ ഈ വറുത്തരച്ച കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ. അരച്ചു വെച്ച അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും ആയിരിക്കണം വെക്കേണ്ടത്. ഈ കറിയിലെ എണ്ണ തെളിയുന്നത് വരെ കറി തിളപ്പിച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി, ചോറ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത്. കോഴി വറുത്തരച്ച കറി തയ്യാറായിട്ടുണ്ട്. ഈ രീതിയിൽ ഈ കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.